അല്ല പിന്നെ കാണില്ലേ വേഗം വേഗം പണി തീർന്നു. ഹലോ സോ വെൽക്കം ടു സിലി സ്റ്റോക്സ്. ഗ്ലൂട്ടതയോൺ ഡ്രിങ്ക് വളരെയധികം ട്രെൻഡിങ് ആണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഭയങ്കര ട്രെൻഡിങ് ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഗ്ലൂട്ടതയോൺ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ സ്കിൻ ഹെൽത്ത് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യാനും ഒക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ഓൾ ഓവർ ഉള്ള ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് ഗ്ലൂട്ടാതയോൺ. ഇറ്റ്സ് ബേസിക്കലി ആൻ ആന്റി ഓക്സിഡന്റ്. ഏറ്റവും ലെങ്തി വീഡിയോ ആണ്. ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ എന്താണെന്ന് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ടാവും. അതിന്റെ ആദ്യം വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇത്തരം സാധനങ്ങൾ ഞാൻ ഓൾറെഡി ഇപ്പം വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിൻലി വരുന്ന സാധനങ്ങൾ നമുക്ക് ബീറ്റ്റൂട്ട്, ഒരു ഫുൾ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ക്യാരറ്റ് ഒരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെല്ലിക്ക ഒരു 6-7 മതി, അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ, ഒരു ഫുൾ ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഉണ്ട്, ആപ്പിളും ഒരു ഫുൾ ആപ്പിൾ ഉണ്ട്. ഇതിപ്പോ ഞാൻ ബാക്കി പകുതി കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ. ഇത്രയും സാധനങ്ങളാണ് ബേസിക്കലി നമുക്കിത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ. സോ ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് സെറ്റ് ആക്കാം ഞാൻ അമ്മയും കൂടെ. എന്നിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. സോ നമ്മൾ ഇത് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഒത്തിരി ക്വാണ്ടിറ്റി സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പം ഡെയിലി ബേസിസിൽ ഇത് കുടിക്കുന്നില്ല. വീക്ക്ലി ഒരു 3 ടൈംസ് നമ്മൾ ഇതിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അമ്മയുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഇതെല്ലാം ഉണ്ടാക്കാൻ പോണേ. അമ്മയ്ക്ക് എന്താ അറിയാം ഗ്ലൂട്ടാതയോണിനെ പറ്റിയിട്ട്? സ്കിന്നിന് നല്ലതാണെന്നറിയാം. പിന്നെ അമ്മ സ്റ്റേജിൽ കയറി ബാക്കി പറ. പിന്നെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്നറിയാം. ഓക്കെ, ഞാൻ നേരത്തെ പഠിപ്പിച്ച് വെച്ചെല്ലാം അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിത് കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സോ ഇത് ഞാൻ അമ്മയുടെ അങ്ങനെ തന്നെ കൊടുക്കാം. അമ്മ കട്ട് ചെയ്ത് തരും. സോ അമ്മ ഇവിടെ തിരക്ക് പിടിച്ച ജോലിയില്ല. അമ്മ ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ആദ്യം നമ്മൾ ആപ്പിള് ഫുൾ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുത്ത് അതിനെ കുഞ്ഞു പീസസ് ആയിട്ട് എടുക്കും. പിന്നെ ബാക്കി നമ്മൾ ഈ സാധനങ്ങളെല്ലാം അതേപോലെ വേഗം പീസാക്കി സെറ്റ് ചെയ്തെടുക്കാം. സോ നമ്മൾ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ട് ഗ്ലൂട്ടാതയോൺ ഡ്രിങ്കിനെ പറ്റി. കുറെ ഞാൻ കണ്ട് സേവ് ചെയ്ത് ഞാൻ മേടിച്ചു. ഇന്ന് ഞാനും ഉണ്ടാക്കാന്ന്. സോ നമുക്ക് 2 കൂട്ടർ കൂടെ ഒരു അരിയാം. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ അമ്മ അരിയില്ലെന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് അരിയാം. ഇപ്പോൾ പ്ലാൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രശ്നമുണ്ട്. പിന്നെ അമ്മയുടെ എക്സ്പീരിയൻസ് പറയാം. അമ്മ ഇതേപോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കൊച്ചിലെ. ഒച്ചുകൂട്ടി പറയാം. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അമ്മ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ കണ്ണിനൊക്കെ ഭയങ്കര ഫാൻസ് ആയിരുന്നു എന്നാ പറയാ പണ്ട്. ദേവി അല്ലെങ്കിൽ പെട്ടെന്ന് അരിയാട്ടോ ഇതിങ്ങനെ എടുത്താൽ മതി. കണ്ടോ, പെട്ടെന്ന് അരിയാം. ഇത് കണ്ടോ, പെട്ടെന്ന് ഓരോ സ്ലൈസ് ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റും. എനിക്ക് ഐഡിയ കിട്ടി. കണ്ടോ, പെട്ടെന്ന് ഒരെണ്ണം പോയി സാരിയിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നാലും ഞാൻ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഉണ്ടാക്കാൻ അമ്മയോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗൈസ് പ്ലീസ് നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കണമെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കണം, നമ്മളത് വേഗം ചെയ്യണം. നമ്മൾ ഒരിക്കലും അത് സ്ലോ ചെയ്ത് നിൽക്കരുത്. വ്ളോഗ് ചെയ്യാൻ തന്നെ നമ്മൾ വ്ളോഗ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ തന്നെ നമ്മൾ വീഡിയോ ഇടണം. സ്റ്റോറി ഇടാൻ നമ്മൾ സ്റ്റോറി ഇടണം. ആരോടാ പറയണേ? അതേപോലെ തന്നെ സ്കിൻ കെയർ. നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കണം. അതുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് ചെയ്യണം. സ്കിന്നിനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. ഈ മെയിൻ കാര്യങ്ങൾ മാത്രമല്ല, സ്കിന്നിന്റെ അകത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെ അപ്പുറം ഈ സാധനങ്ങൾ ഉണ്ടാക്കണേ. ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്താ മാറ്റം വരാമെന്ന് നിങ്ങൾ കണ്ടോ? സോ ഗൈസ് നമ്മളങ്ങനെ അമ്മേ മിണ്ടാതെ. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുൾ സാധനങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു, ആൻഡ് നമ്മളുടെ നെല്ലിക്ക ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു, ആൻഡ് പിന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഇതുണ്ടോ ഞാൻ നാരങ്ങ ഇതേപോലെയാണ് ലൈക്ക് ആ തൊണ്ട് ഫുൾ പൊളിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എല്ലാം സെറ്റ് ആക്കി. ഇഞ്ചി ഇത്തിരി കുറഞ്ഞായിരുന്നു, പൊടിക്കും കൂടെ ഇഞ്ചി. സോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഗ്ലൂട്ടാതയോൺ ഡ്രിങ്കിന് വേണ്ടത്. സോ ഇനി നമുക്ക് പതുക്കെ ഇതിനെല്ലാം കൂടെ ഞാനൊന്ന് അടിച്ചെടുത്ത് സെറ്റ് ചെയ്തിട്ട് വരാം. സോ ഗൈസ് കം ഓൺ. മിക്സിയുടെ കിട്ടി നമുക്കിത് വേഗം സെറ്റ് ചെയ്തെടുക്കാം. സോ നമുക്കിനി എല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ജാറിലേക്ക് ഇട്ട് നമുക്ക് സെറ്റ് ആക്കാം.
നമ്മൾ നെല്ലിക്കയും നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഒരേ ക്വാണ്ടിറ്റി അല്ല, ചെറിയ 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 ഇതുണ്ട്. എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് ഇതിനെ എല്ലാം കൂടെ ഒന്ന് ജാറിലിട്ട് അടിച്ച് സെറ്റാക്കാം. സോ അങ്ങനെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇവിടെ ഒരു ബൗളും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങൾ ഏറ്റവും വേഗം അരിച്ചെടുക്കാം. ചെറിയതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഐസ് ട്രേയുടെ അകത്തേക്ക് ഈ സാധനങ്ങൾ പതുക്കെ മാറ്റാം. സോ നമ്മൾ ഇനി ഇത് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കും. സോ അങ്ങനെ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഓവർനൈറ്റ് നമ്മൾ ഇതിനൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആൻഡ് രാവിലെ നല്ല റെഡ് ചെറിയ ചെറിയ ക്യൂബ്സ് നമുക്ക് കിട്ടും. ആൻഡ് അത് വാം വാട്ടറിൽ 1-2 ഇട്ടിട്ട് നമുക്ക് വെറും വയറ്റിൽ കുടിച്ചാൽ മതി. നല്ല ഗ്ലോയിങ് സ്കിന്നിനും ഇമ്മ്യൂണിറ്റിക്കൊക്കെ ബെസ്റ്റ് ആണ്. സോ നാളെ ഇതിന്റെ സ്റ്റേജ് എന്താണെന്നുള്ളത് ഞാൻ ബാക്കി കാണാം. ഹലോ. സോ അങ്ങനെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ച് ഇന്ന് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോവാണ്. സെറ്റപ്പ് ഒക്കെ സെറ്റാക്കി നമുക്ക് അടുക്കള പോയിട്ട് ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം. സോ നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് സാധനം എടുത്ത് നോക്കാം എന്തായി എന്നുള്ള ഞാൻ കാണിച്ചു തരാം. സോ പിടിച്ചടിക്കാൻ നന്ദി. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഗ്ലൂട്ടാത്തയോണിന്റെ ഐസ് ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ഷെയ്ഡിൽ, നല്ല റെഡ് ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നല്ലതായിട്ട്. സോ നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഇതിന്റെ അകത്തേക്ക് ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് കാണിക്കാം. സോ അങ്ങനെ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ട്യൂബ്സ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല മെൽറ്റ് ആവുന്നുണ്ട് പെട്ടെന്ന്. സോ ഇതാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ പോലത്തെ ഗ്ലൂട്ടാത്തയോൺ ട്യൂബ്സ്. ഇതിലൊരു 1-2 ട്യൂബ്സ് നിങ്ങൾ രാവിലെ വാം വാട്ടറിൽ ഇട്ടാൽ മതി. അതിനകത്ത് കുറച്ച് ചിയാ സീഡും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ ചിയാ സീഡ് കുടിക്കുന്നതുകൊണ്ട് ചിയാ സീഡ് പൊടിക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ മിഷൻ സക്സസ് ആയി. നമ്മളത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. സോ നിങ്ങൾ അത് എന്നും കുടിക്കേണ്ടതെന്നില്ല. ഒരു 3 days കൂടുമ്പോൾ കുടിച്ചാൽ മതി. 1 week 3 days നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. സോ ഇതേപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതേപോലെ ഹെൽത്ത് കെയർ ടിപ്സും സ്കിൻ കെയർ ടിപ്സ് അങ്ങനത്തെ എല്ലാം ആയിരിക്കും ഞാൻ എന്റെ വീഡിയോസിൽ ഇടുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ ഹെൽത്ത് കെയർ ടിപ്സ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സൈനിങ് ഓഫ്, സിലി ടോക്സ്. താങ്ക് യു.